can change your life. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ സാധിക്കും. But when some people come and take baptism, they are not seeing any change. ചില ആൾക്കാര് ദൈവസന്നിധിയിൽ വന്നിട്ട് സ്നാനപ്പെട്ടിട്ടും വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. Christian life is a life of spiritual blessing first, then material blessing. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ആദ്യം ആത്മീയ അനുഗ്രഹവും രണ്ടാമത് ഭൗതിക അനുഗ്രഹവും. എത്ര പേർക്ക് മനസ്സിലായി? Christian life is first spiritual blessing. God told Abraham, I will bless you. And God spoke that word at the age of 83. When Abraham was 83 years old, God spoke that word. അബ്രഹാമിന് 83 വയസ്സായപ്പോഴാണ് പറയുന്നത്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. But he did not see any blessing. പുറത്തൊന്നും അനുഗ്രഹം കണ്ടില്ല. Why? But he was spiritually blessed inside. His inner man was strengthened. അകത്തെ മനുഷ്യനാണ് ആദ്യം ബലപ്പെടേണ്ടത്. എത്ര പേർക്ക് മനസ്സിലായി? ക്രിസ്തീയ ജീവിതത്തില് ആദ്യം ബലപ്പെടേണ്ട അകത്തെ മനുഷ്യനാണ്, പുറത്തെ മനുഷ്യനല്ല. But people who does not read Bible and take baptism, ബൈബിൾ വായിക്കാതെ വരുന്ന ഒരാൾ സ്നാനപ്പെടുമ്പോൾ they don't look into their inner man. അവരുടെ അകത്തെ മനുഷ്യൻ അവർ നോക്കത്തില്ല. They look only their outer things. പുറത്ത് അനുഗ്രഹം ഉണ്ടോ നോക്കും. Abraham was blessed inside. Abraham ദൈവം വിളിച്ച സമയം മുതൽ അകത്ത് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. Later, when he attained 100 years, he was blessed outwardly also. 100 വയസ്സായപ്പോഴേക്കും അബ്രഹാമിന് പുറത്തും അനുഗ്രഹം കാണാൻ തുടങ്ങി. ഇതാണ് ശരിക്കും ക്രിസ്തീയ അനുഗ്രഹം. എത്ര പേർക്ക് മനസ്സിലായി? വല്ല മുടിയേറ്റിയെന്ന് അറിയത്തില്ല. But people does not know these things. ആൾക്കാർക്ക് ഇത് അറിയാത്തത് കൊണ്ട് they come to church and when they does not see any blessing, they will go and backslide or stop coming to church. ആൾക്കാർക്ക് ഇത് അറിയാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യും? ആദ്യം പള്ളിയിൽ വരും, 1-2 ആഴ്ച ക്ഷമയോടെ കാത്തു നിൽക്കും. അനുഗ്രഹമൊന്നും ഇല്ലാന്ന് കാണുമ്പോഴെന്ത് ചെയ്യും? പള്ളിയിൽ വരും, മതിയാക്കും, അല്ല അനുഗ്രഹം ഇല്ലെന്ന് പറയും, അല്ലെ പാസ്റ്റർ കൊള്ളത്തില്ലെന്ന് പറയും. അങ്ങനെ പ്രാർത്ഥന നിർത്തും, ബൈബിൾ വായനിക്കും. പക്ഷെ യു ഹാവ് ടു സ്ട്രെങ്തൻ യുവർ ഇന്നർ മാൻ. നിങ്ങളുടെ അകത്തെ മനുഷ്യനാണ് ബലപ്പെടേണ്ടത്. ബോറടിക്കുന്നുണ്ടോ? ഫസ്റ്റ് യുവർ ഇന്നർ മാൻ ഹാസ് ടു ബി സ്ട്രെങ്തൻഡ്. ഹൗ ഡു യു നോ ദാറ്റ് യുവർ ഇന്നർ മാൻ ഇസ് സ്ട്രെങ്തൻഡ്? നിങ്ങളുടെ അകത്തെ മനുഷ്യനാണ് ആദ്യം ബലപ്പെടേണ്ടത്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ഉണ്ടോ എന്ന് എങ്ങനെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും? When you look outwardly, when you see some blessings, you can see that you are blessed outwardly. നിങ്ങൾ പുറത്ത് നിങ്ങൾക്ക് അനുഗ്രഹം വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങളെ ദൈവം ഭൗതിക കാര്യങ്ങൾ അനുഗ്രഹിച്ചു. നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടുമ്പോൾ, when you are given some money, when you build a house, when you get a good job, when you marry someone, when you have children, when you have enough for your needs, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു, നിങ്ങൾ വീട് വെച്ചു, നിങ്ങൾക്ക് നല്ല ജോലി കിട്ടി, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തന്നു കഴിയുമ്പോൾ ഭൗതികമായി നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടിയെന്ന് പറയാൻ സാധിക്കും. But first you look into your inner man. ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ അകത്തെ മനുഷ്യന് എന്ത് അനുഗ്രഹം കിട്ടിയതാണ്. If you are not getting any blessing in your spirit, what is the use of getting blessed outwardly? നിങ്ങളുടെ അകത്തെ മനുഷ്യന് ഒരു അനുഗ്രഹം കിട്ടിയിട്ടില്ല, പുറത്ത് ഒത്തിരി അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ കാര്യം? The worldly people are blessed. അകത്തെ മനുഷ്യന് ബലമില്ലാതെ പുറത്ത് മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ്. എത്ര പേർക്ക് മനസ്സിലായി? ലോക മനുഷ്യര് അകത്തെ മനുഷ്യനൊന്നും ബലമില്ല, പക്ഷെ ദൈവം അവരെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. So what is the difference between you and a non-believer? ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവിശ്വാസി is concentrating only on outward blessing. അവിശ്വാസി എന്താണ് ചെയ്യുന്നത്? പുറമെയുള്ള ഭൗതിക അനുഗ്രഹം മാത്രം തേടി പോവുകയാണ്. But you have to be strong in the spirit.
നിങ്ങളുടെ അകത്തെ മനുഷ്യനാണ് ആദ്യം ബലപ്പെടേണ്ടത്. എത്ര പേർക്ക് മനസ്സിലായി? സോ when you read Bible, you can see many blessings. ബൈബിൾ വായിക്കുമ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. You have to get that blessings, but before getting blessed, your spirit should be blessed. ബൈബിൾ വായിക്കുമ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ അവിടെ വചനത്തിൽ കാണുന്നുണ്ട്. ഈ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നതിന് മുമ്പ് ആദ്യം നമുക്കൊരു നിർബന്ധം ഉണ്ടായിരിക്കണം. എന്താണ്? നമ്മുടെ അകത്തെ മനുഷ്യനാണ് ആദ്യം അനുഗ്രഹം പ്രാപിക്കുന്നത്. Elijah was strengthened inside, so he was blessed outwardly. ഏലിയാവ് അകത്ത് ബലപ്പെട്ടു, അതിനുശേഷം പുറത്തും ബലപ്പെട്ടു. Moses was strengthened inside, then later he was blessed outwardly. മോശയും അകത്ത് ബലപ്പെട്ടു, പിന്നീട് പുറത്ത്. When you read all the saints in the Bible are like that. വേദപുസ്തകം വായിക്കുമ്പോൾ എല്ലാ വിശുദ്ധന്മാരും അങ്ങനെയാണ്. God told Elijah, you go to a certain place near the brook and I will provide you. ദൈവം ഏലിയാവിനോട് പറഞ്ഞു, നീ ഇന്ന സ്ഥലത്ത് പോയി അവിടെ കെരീബ് തോട്ടിന്റെ അരികെ പോയി ചെന്ന് ഇരുന്ന് ഞാൻ നിനക്ക് അവിടെ അനുഗ്രഹം തരുമെന്ന് പറഞ്ഞു. So God commanded the ravens to provide for Elijah. കാക്കയോട് കൽപ്പിച്ചു. എന്തുകൊണ്ടാണ് ദൈവം കാക്കയോട് കൽപ്പിച്ചത്? When God sent Elijah, God told Elijah, you go and hide yourself. നീ മറഞ്ഞിരിക്കാൻ പറഞ്ഞു. വല്ല പിടികിട്ടിയോ? So the ravens was looking for who is hiding. മറഞ്ഞിരിക്കുന്ന ആൾ ആരാണെന്ന് നോക്കി കാക്ക വരികയാണ്. വല്ല പിടികിട്ടിയോ? ദൈവം ഏലിയാവിനോട് പറഞ്ഞു, God commanded Elijah, you go and hide yourself. I have commanded the ravens to give you food. നീ പോയി മറഞ്ഞിരിക്കുക, ഞാൻ നിനക്ക് ആഹാരം കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? why Elijah got food? എന്തുകൊണ്ടാണ് ഏലിയാവിന് ആഹാരം കിട്ടിയത്? If Elijah was not hiding, അപ്പൊ ശ്രദ്ധിക്കേണ്ട മർമ്മം ഇതാണ്. ഏലിയാവ് മറഞ്ഞിട്ടില്ലെങ്കിൽ, മറഞ്ഞിരിക്കുകയല്ലെങ്കിൽ, the raven, the കാക്ക വന്ന് എന്ത് ചെയ്യും? The raven will be searching that place who is hiding. മറഞ്ഞിരിക്കുന്ന ആളെ കാക്കയ്ക്ക് അല്ലാതെ കൂടുതൽ അറിയാൻ പറ്റുമോ? പറഞ്ഞ മനസ്സിലായ? കാക്കയ്ക്ക് കൂടുതൽ അറിയത്തില്ല. കാക്കയോട് ദൈവം പറഞ്ഞ എന്താണ്? അവിടെ ഒരാൾ മറഞ്ഞിരിപ്പുണ്ട്, അവന് നീ ഭക്ഷണം കൊടുക്കാൻ. So the raven was searching who is hiding. വല്ല പിടികിട്ടിയാ? If he was not hiding, ഈ ഏലിയാവ് മറഞ്ഞിരിക്കാതെ പുറത്ത് ആൾക്കാരുടെ മുമ്പിൽ നിന്നിരുന്നെങ്കിൽ, the raven will not find anyone. Then he will go back or give the food to somebody who is hiding. വേറെ ആരെങ്കിലും മറിഞ്ഞിരുന്ന് ഇന്ന് പ്രാർത്ഥിക്കുകയാണ്, അയക്ക് ഇട്ടിട്ട് വിടും. ഇതുകൊണ്ടാണ് ദൈവമക്കളുടെ അനുഗ്രഹം വേറെ ആൾക്കാർ കൊണ്ടുപോകുന്നതിന്റെ പ്രധാന കാരണം. ഫലം പിടികിട്ടിയോ? ദൈവം പറയും പോലെ കേട്ടെങ്കിലേ ദൈവത്തിന് അനുഗ്രഹം കിട്ടത്തുള്ളൂ. ഫലം പിടികിട്ടിയെന്ന് അറിയത്തില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ മർമ്മം. വൈ സം പീപ്പിൾ ആർ സ്റ്റാർവിങ്? എന്താ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരുന്നത്? വൈ സം പീപ്പിൾ ആർ ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ്? ഏലിയാവിന് ഒരിക്കലും വേറൊരു മനുഷ്യനെ ആശ്രയിക്കേണ്ടി വന്നില്ല. വൈ? ഏലിയാവ് നെവർ ഹാഡ് ടു ഡിപ്പെൻഡ് ഓൺ എനിവൺ. ഏലിയാവിന് മറ്റൊരു മനുഷ്യനെ ആശ്രയിക്കേണ്ടി വന്നില്ല. എന്തുകൊണ്ടാണ്? He obeyed what God said. എന്താണ് ദൈവം പറഞ്ഞത്? You go and hide yourself. I have commanded the ravens to provide you. നീ പോയി മറഞ്ഞിരിക്കുക, നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ നിനക്ക് തരും. വല്ലതും പിടികിട്ടിയത്? അപ്പൊ ദൈവം പറയുന്നത് കേട്ടനുസരിച്ച് നിന്നെങ്കിലേ ദൈവത്തിന് അനുഗ്രഹം കിട്ടത്തുള്ളൂ. മറഞ്ഞിരിക്കുന്ന അത്ര സുഖമുള്ള കാര്യമല്ല. തീയിൽ കത്തി നിൽക്കുക, ഈസ് ഫുൾ ഓഫ് അനോയിന്റിങ്, നല്ല അഭിഷേകത്തിൽ നിൽക്കുക, അപ്പോഴാണ് പറയുന്നത് പോയി മറിഞ്ഞിരിക്കാൻ.
വല്ല പിടി കിട്ടിയ? ചിലവരുണ്ട് ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിക്കും. ചില ആൾക്ക് അവർക്ക് നിയന്ത്രണം വിട്ടുപോയി. somebody will ask, let me pray. അങ്ങോട്ട് പോയി പറയും ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. അങ്ങനെ